പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വൈക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയുള്ള കാര്യമൊക്കെ ആകെ വിട്ടുപോയി. എന്തായാലും വീഡിയോ പെട്ടെന്ന് എടുത്ത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേ? അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ ഉത്സവമുണ്ട്, ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ പെട്ടെന്ന് സമയം വൈകിട്ടുണ്ട്. നമ്മളിനി അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ സംഭവം ഒന്ന് നല്ല നേരെ വൈകിട്ടുണ്ട്. പിന്നെ നേരത്തെ എത്താനൊക്കെ പറഞ്ഞതാണ്. പെട്ടെന്ന് സമയം 6 മണി ഞാനും തെറ്റിയിരിക്കുന്നു. വേണ്ട, നേരം വൈകിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോറ് തിന്നതാണ്. ഇനിയിപ്പോ ഒരു ചായ കുടിച്ച് ഞങ്ങളെ മുന്നോട്ട് യാത്രയാണ്. അപ്പോൾ നമുക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു. ഓക്കെ ഗേസ്, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ ഗേസ്. നമ്മളങ്ങനെ ചായക്കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ഒന്നും ലൈറ്റ് കൂടി എന്താ ചെയ്യുക? ആൽവി പറഞ്ഞിട്ട് കയറിയിട്ട് അവിടെ ആൽവി പറഞ്ഞോണ്ട് മാത്രം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത് തിരിച്ചാണ്. അപ്പോൾ ആകാശിനും എനിക്കും ചായയാണ്. ഒരുത്തൻ അന്നേരം ലൈവ് ഇറങ്ങും. ആയിരിക്കും ടീം. അതാ നമുക്കിത്ര ചായ ഇറങ്ങില്ലടാ. ചായ കുടിച്ചു കഴിഞ്ഞാൽ അലർജി. മനുഷ്യരെ കുടിപ്പിക്കാനായിട്ട് അലർജി അല്ല, ചായ കുടിക്കണം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരും. എനിക്ക് എന്നാ ചായ കുടിച്ചു? ഞാൻ ചായ കുടിക്കണല്ലേ. ചായ 3 വർഷമായിട്ട് ഇപ്പൊ ചായ കുടിക്കുന്നില്ല. നല്ല സ്വഭാവമാണ് അത്. ശരിക്കും ചായ കുടിക്കാത്ത ശരിക്കും ഒരു നല്ല സ്വഭാവമാണ്. ശരിക്കും നമ്മൾ എന്താ പറയാ, ഓവർ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതിന്റെ ഗുണദോഷം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ എന്തായാലും അത് അത്ര നല്ലതല്ല. അത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുടിക്കുന്നതൊന്നും നമ്മുടെ ശരീരത്തിൽ കണ്ടിരുന്ന് വരത്തില്ല, ഒരു മാറ്റങ്ങൾ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിനുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. പിന്നെ അതിനു വേണ്ടി നമ്മൾ നടക്കേണ്ടി വരും. ഞാൻ ഇത്ര ദിവസം ചായ കുടിക്കില്ല എനിക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കന്മാരെ പുറത്ത് പോകുമ്പോൾ രാത്രി ഇങ്ങനെ ചാടിച്ച് അതെങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് ചായ കുടിക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിറ്റേന്ന് രാവിലെ വരുത്തുള്ളൂ. കാരണം എന്താ, ചായ കുടിക്കാൻ പോണേ കടയിൽ കയറി കിടന്നുറങ്ങും. അത് അസുഖമാണ്. അതെ അതെ അതെ, അത് ശരിയാ. ടോം പറഞ്ഞാൽ നല്ല കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇപ്പം നേരെ തുടങ്ങിയതാ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ കൂടി ഇല്ലെങ്കിൽ ആലോചിക്കണം. 9 മണി 10 മണിയുടെ ഉള്ളിൽ പോരേ കയറി ഞാനൊക്കെ. ഇവൻ എന്തെങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളെ ചായ വന്നിട്ടുണ്ട്. എനിക്കും ആകാശിനും മാത്രമാണ് ചായ. ചായക്ക് കിട്ടാത്തൊരു സുഖമില്ല. തലവേദനയ്ക്ക് വന്നിരിക്കുക. അപ്പൊ ആൽബിന്റെ പുതിയ ചായ ചായന്റെ പകരം അതെ. ആൽബിൻ നാളെ ആൽബിന് ഒരു പ്രത്യേക തരം. ആൽബിന് ശരിക്കും നല്ലോണം കുക്ക് കിട്ടും. അതായത് നല്ല ചിക്കൻ കറി, എന്താ പറയുക, പലതരം വിഭവങ്ങൾ. തന്നെ ഈ എന്താ ബോട്ടിക്കറി അങ്ങനത്തെ എല്ലാം കറി എല്ലാം വെക്കും. സംഭവം ഇവന്റെ ഒരു നല്ല കൈപ്പുണ്യൊക്കെ ഉള്ള. നമുക്ക് ഒരു ദിവസം അതിന്റെ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. വരാനുണ്ട് കടി. അതെ, കടിയാണ് മെയിൻ ആയിട്ട് വരാനുള്ളത്. ആകാശിന്റെ പണി നമ്മൾ അങ്ങനെ അങ്ങോട്ട് പൊളിച്ചടിച്ചിട്ടാണ് നമ്മളിപ്പോ വരുന്നത്. ആകാശിനോട് ഞാൻ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പൈസയും വാങ്ങിക്കൊണ്ട് വന്ന് നേരെ ചായക്കടയിലൊക്കെ കയറിയത്. പെട്രോൾ അടിച്ച് ചായ കുടിച്ച് ഇനി അമ്പലത്തിലേക്ക് പോകും. കാരണം ഇത്ര ദിവസം ഒരു ചെറിയൊരു വർക്കിൽ, അതായത് പാർട്ട് ടൈം ആയിട്ട് ഒരു വർക്കിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തോടെ ക്ലോസ് ചെയ്തു. ഞാൻ മാത്രം അതെ ക്ലോസ് ചെയ്ത് ഇന്നേക്ക് ക്ലോസ് ചെയ്തിട്ടുള്ള പൈസ എടുത്ത് ഇവന്മാർക്ക്. അതെ, ഇനിയിപ്പം എന്തായാലും ആകാശിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താ നമുക്ക് പിന്നീട് നമുക്ക് കട്ടാണ്. ഇപ്പൊ അതിനൊരു പ്ലാനും ഇല്ലെന്നാണ് സത്യം പറഞ്ഞത്. പുറത്ത് പോകണം, തിന്നാ കിടന്നിറങ്ങുക, അതല്ല എന്റെ വേറെ ഒരു പണിയില്ല. ഇവരൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് എൻജോയ്. എന്തായാലും കടി വരട്ടെ. എന്തായാലും കടി വന്നിട്ട് നമുക്ക് അടുത്ത് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മളങ്ങനെ ചായക്കടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ അൺഹെൽത്തി ആയിക്കില്ലല്ലേ അതിന്. ഇത് പിന്നെ സീരിയസ് ഇല്ലായിരിക്കില്ലേ? അപ്പൊ എനിക്ക് കഴിച്ചാൽ പിന്നെ നമ്മൾ കുടിക്കുന്നത് അത്ര പിടിച്ച നേരത്തെ കുറെ പ്രകാശനം ഉണ്ടായിരുന്നു. ചത്തോയിലുണ്ട് ജീവനോടുണ്ട്. ചെറിയ ചവർപ്പ്. എന്താ അറിയില്ല, തണുത്തോടാണോ തോന്നണം. അതായത് ഗുമ്മ കൊണ്ട് വരുന്നില്ല. ഇനിയിപ്പോ 3 ഓന്റെ മാത്രം എന്തോ കേട്ടോ.
എന്താ അറിയില്ല, കുറച്ച് തണുത്ത് പോയോണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉത്സവത്തിന് പോവാണ്. ഞാനും ആകാശം മാത്രമാണ് കേട്ടോ ഉത്സവത്തിന് പോണത്. അങ്ങനെ വീട്ടിൽ പുറമ്പോക്ക് ഒരു പരിപാടി ഉണ്ട് നാളെ. ഇവര് രാത്രി 12 ഞാൻ വരത്തുള്ളൂ. 12 മണിക്ക് കയറുന്ന തുടങ്ങിയാലും ഉറക്കം ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നാളെ പള്ളിയിൽ ഭേദമുണ്ട്. അതെ, വായിക്കാണ്ട് പറയാനാ പണി ഏറ്റെടുത്ത് പോകും. ഞാൻ കഴിഞ്ഞ വ്ളോഗ് പറഞ്ഞില്ല, ഭയങ്കര ഭക്തനായിട്ടുണ്ട്. ആദ്യം ഭക്തിയല്ല, കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടി ഈ ആഴ്ചത്തേക്ക് മാറ്റി വെച്ചായിരുന്നു. ഇത് എനിക്ക് തന്നെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റെടുത്തിട്ട് കാര്യമുള്ളൂ. അതെ, പിന്നെ അതവിടെ തീർന്നിട്ടാണെങ്കിൽ പിന്നെ സമാധാനം. പിന്നെ അടുത്ത മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പരിപാടിയിലേക്ക് മെല്ലെ എനിക്ക് മാറാം. എനിക്ക് പള്ളിയിൽ വേദപാഠ ക്ലാസ് പറഞ്ഞൊരു സംഭവമുണ്ട്, ആ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പം അത് +2 പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പള്ളിയിൽ മാത്രം പോയാൽ മതി. അത് മൂന്ന് നേരമുണ്ട്, രാവിലെ 2 പിന്നെ വൈകുന്നേരം 1. അപ്പോൾ വൈകുന്നേരമോ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോയാൽ മതി. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേ വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എന്തായാലും അവനെ നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ പോണത്. ഒരു ദിവസം ഉറപ്പായിട്ടും എൻ്റെ ഫുഡ് എന്തായാലും വരും. അതെ, അവൻ്റെ ഒരു ഫുഡ്. അതെ, ഞങ്ങൾ അങ്ങനത്തെ ഒരു ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത വഴി വരുന്ന ബ്ലോഗിൽ നമുക്ക് കാണാം. കേസ് മെയിനായിട്ട് പൈസേൻ്റെ പ്രശ്നമാണ്. പൈസ സെറ്റ് ആവാണെങ്കിൽ ഉറപ്പായിട്ടും അതെ, ഞങ്ങൾ എല്ലാവരും വാങ്ങി തരും, ഞാൻ വെച്ചെടുത്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ മതി, അത് മതിയടാ, അങ്ങനെ മതി. നമ്മളെല്ലാവരും നമ്മളങ്ങനെയൊക്കെ അല്ലേ. ഓരോ സ്നേഹപ്രകടനങ്ങളെ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. 13 വർഷത്തെ ബന്ധം ഞങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ആ സ്നേഹമല്ല കേട്ടോ, ഇത് ഫ്രണ്ട്സ്. കോഴിക്കോട് മറ്റേത് അങ്ങനെ കമന്റ് ബോക്സിന്റെ ആളെ മൈകിലൊന്നും കൊണ്ടുവരരുത്. അയ്യോ, അതങ്ങനെ ഇടാനായിട്ട് ഒരുത്തനുണ്ട്. പറയുന്നില്ല. കമന്റ് ബോക്സിൽ കമന്റ് ആദ്യപ്പാടത്ത് കാണുന്ന 500 പേര് താഴ്ത്തുള്ളൂ. 500 പേര് താഴ്ത്ത് തന്നെ ഞങ്ങളെ വന്ന് നോക്കുന്ന ഒരേ ടീംസ് ഉണ്ട്. ഒരാൾ മാത്രമായി നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങൾ എല്ലാ വ്ളോഗും ഓനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറക്കല്. അതിപ്പോ മനസ്സിലായിട്ടുണ്ടോ? ഈ വ്ളോഗും കാണുകയാണെങ്കിൽ തുടങ്ങിട്ട് വിളിച്ച് പറയുകയും കുറച്ച് മുന്നോട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ, പുതിയ വ്ളോഗൊന്നും ഇല്ലേന്ന്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മള് ഇവനെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പൊ എന്തായാലും നമ്മള് ആൽബിനെ ഇറക്കി വിടാനായിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന്. ഈ ആകാശം ഞാൻ എങ്ങനെ കുണ്ടകളി കളിപ്പിക്കാൻ കൂട്ടി മാർക്ക് ഇതേ ഉള്ളു. ഇതാണ് ഈ കേസ് പറഞ്ഞ് എന്താ പറയാ, ഈ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അപ്പൊ കേസ് തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കലായി വരുന്നതാണ് കേസ്. അതെ, അത് എന്താ അറിയില്ല, ഈ വ്ളോഗ് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ വരും. നമ്മള് നാട്ടുകാരെ വ്ളോഗൊക്കെ കണ്ട് അങ്ങനെയാണ് ഈ കേസ് കേട്ടിട്ടേ. അപ്പൊ ഗൈസ് ഇതോണം വരും. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദിവസം ആൽബിന്റെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും ഇപ്പൊ ടൈമില്ല, നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ട് കാണാം. അപ്പൊ ആൽബിനെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതെ അതെ. അപ്പൊ കേസ് പിന്നെ വന്നടാ. അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് കാണാം കേസ്. അപ്പൊ എന്തായാലും നമ്മള് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് നോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ കുറച്ചും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് പോയ അമ്പലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് വീഡിയോസ് കാര്യങ്ങളൊന്നും കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അത്രയ്ക്ക് നിർത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി പോകെ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും ഉത്സവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ATM മുന്നിൽ നമ്മളിന്ന്
അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടൈം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നാളെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് എടുക്കണം എന്നാണ് ആഗ്രഹം. കാരണം വെച്ചാൽ കൂടുതൽ വീഡിയോസ് യൂട്യൂബ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും. നാളെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആകെ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ രാവിലെ പോയ ആ ഒരു വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് പോയ ആ ഉത്സാഹത്തിലില്ല ഇങ്ങനെ രാവിലെ തൊട്ട് ഓട്ടം. ഞാനെന്ന് വെച്ചാൽ ഇവന്മാർ ശരിക്ക് പുറത്തേക്കൊന്ന് പോയപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി നിൽക്കാമെന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവർ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കടന്നല്ലോ. അപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അമ്മാതിരി ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സെറ്റാക്കി പവറാക്കി കൊണ്ടുവരാം. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണം കൂടി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.